ഇന്നൊരു നാടൻ കറിയാണ് കേട്ടോ. മുരിങ്ങയിലയും ചക്കക്കുരും വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും രുചിമേളം രുചി കിച്ചൻ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അത് തന്നെ ഞാൻ മുരിങ്ങയില ഇതേപോലെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. തലേ ദിവസം വൈകിട്ട് പൊട്ടിച്ച് ഫ്രിഡ്ജിലൊരു കവറിലാക്കിയിട്ട് വെക്കുകയാണ് ചെയ്തത്. അതുപോലെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേട് വരാതിരിക്കും കേട്ടോ. പിന്നെ ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട് മുരിങ്ങയില. പിന്നെ ആവശ്യത്തിനുള്ള ചക്കക്കുരു ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചക്കക്കുരു നന്നായിട്ട് വേവിച്ചെടുക്കുക. കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് എപ്പോഴും നല്ലതായിട്ട്. ഒരു 3 വിസിൽ വരെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കറിക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. തേങ്ങയും വെളുത്തുള്ളി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് അങ്ങ് മാറ്റി വയ്ക്കുക. ഇതൊക്കെ ആദ്യം ചെയ്ത് വെച്ചാൽ നമുക്ക് കറി കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അരച്ച് വെച്ചത് എത്രയോ നന്നായി. വെന്ത ചക്കക്കുരു ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിർബന്ധമൊന്നുമില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരുവിന് കിടക്കണം എന്നൊരു ടേസ്റ്റാണ് അല്ലേ. അങ്ങനെ ചക്കക്കുരു ഒന്ന് ഉടച്ചെടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനൊരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിള വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. മുരിങ്ങയിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ അടിയിൽ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് അങ്ങ് വാടി കിട്ടും. സാധാരണ എപ്പോഴും മുരിങ്ങയില കിട്ടുന്ന സമയത്ത് പരിപ്പിട്ടിട്ടാണ് കേട്ടോ വയ്ക്കുക. ചക്കക്കുരുവിൻ്റെ സീസണായ ചക്കക്കുരു കിട്ടുമ്പോൾ മാത്രമാണ് ഇങ്ങനെ വയ്ക്കുക. പക്ഷെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. നല്ല സ്വാദാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ചക്കക്കുരു മുരിങ്ങ കോമ്പിനേഷനാണ്, മുരിങ്ങയിലയും കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കറി അതേപോലെ നന്നായി ഇളക്കി നന്നായിട്ട് തിള വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഉപ്പൊക്കെ ഒന്ന് പാകല്ലേ നോക്കാം. നമുക്ക് അതിന് ശേഷം നമുക്കിങ്ങനെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ജീരകവും വെളുത്തുള്ളിയുടെയും ഒക്കെ മണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും കൂടെ ചെയ്യണം. പിന്നെ നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷം കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ചക്കക്കുരുവൊക്കെ ആയത് കാരണം കുറച്ച് കഴിയുമ്പോഴത്തേന് നല്ല കട്ടിയായിട്ട് വരും കേട്ടോ കറി. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങ് മാറ്റി വയ്ക്കുക. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വന്നു. ഇനി ചുവന്നുള്ളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഒരുപാട് മൂപ്പിച്ചെടുക്കണില്ല, ഒന്ന് സോഫ്റ്റാക്കി എടുക്കുന്നേ ഉള്ളൂ. എനിക്ക് ഒരുപാട് അങ്ങ് മൂപ്പിക്കുന്നതിൻ്റെ സ്മെല്ലിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. നന്നായിട്ട് മൂപ്പിച്ചിടുന്നവർക്ക് അങ്ങനെ ഇടാം കേട്ടോ. ചുവന്നുള്ളി ആകുമ്പോൾ നല്ല സ്വാദാണ്. അങ്ങനെ നമ്മൾ കറിക്ക് അതങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ചക്കക്കുരു ഇട്ട മുരിങ്ങയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്വാദാണ്. ഇതുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ചോറിന്. അങ്ങനെ ഞാൻ ഇന്ന് ഇതാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞായറാഴ്ച സ്പെഷ്യൽ മുരിങ്ങയിലയും ചക്കക്കുരു കറിയായിരുന്നു. അപ്പോൾ ഇതുപോലെ മുരിങ്ങയിലയും ചക്കക്കുരു ആണോ നിങ്ങളുടെ ഇഷ്ടം, അതുപോലെ മുരിങ്ങയിലയും പരിപ്പും ആണോ ഇഷ്ടം, ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.